ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അസമിലെ മുസ്ലിങ്ങൾ വലിയ പ്രയാസത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. അവർ നമ്മോട് വലിയ സഹായം ചോദിക്കുകയാണ്. അവരെ സഹായിച്ചേ മതിയാകൂ. അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, പ്രതിഷേധ രീതിയിലാണെങ്കിൽ അങ്ങനെ. പറഞ്ഞു വരുന്നത് അസമിലെ പല മുസ്ലിങ്ങളെയും വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. വ്യക്തമായ തെളിവുകൾ അവർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. അവരുടെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുള്ള വസ്തുതാപരമായിട്ടുള്ള രേഖകൾ അവർ നൽകുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നു നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന്. അവർ അതിന് മറുപടിയായി പറയുന്നു എൻ്റെ പിതാവും ഞങ്ങളുടെ പൂർവികരും 1971 മുൻപ് തന്നെ ഈ രാജ്യത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളുമാണ് നിങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ളത്. പക്ഷേ ഉദ്യോഗസ്ഥർ പറയുന്നു ഈ തെളിവുകളും ഈ രേഖകളും പോരാ, നിങ്ങൾ ബംഗ്ലാദേശികളാണ് എന്ന്, നിങ്ങൾ കുടിയേറ്റക്കാരാണ് എന്ന്. വലിയ ദുരിതമല്ലേ? എല്ലാ തെളിവുകളും കയ്യിലുണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥ ലോബികൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരമുണ്ട്. അസമിലെ പൗരത്വ ബില്ല് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കി BJP മാറ്റിയ ഒരു വലിയ വജ്രായുധമാണ് പൗരത്വ ബില്ല് എന്ന് പറയുന്നത്. പൗരത്വ ബില്ലിലൂടെ BJP മുന്നിലോട്ട് വെച്ചത് എന്താണ്? അസമിൽ 1 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. കുടിയേറ്റക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ. അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഒരു പരിധിവരെ ഇല്ലാതാവുമെന്നാണ് BJP തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പൗരത്വ ബില്ല് നടപ്പിലായി. പൗരത്വ ബില്ല് നടപ്പിലായപ്പോൾ 80 ലക്ഷം പേരെ ആദ്യം പട്ടികക്ക് പുറത്തായി കണക്കാക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 40 ലക്ഷമായി, പിന്നീട് 21 ലക്ഷമായി, അത് കഴിഞ്ഞ് 19 ലക്ഷം എത്തി നിൽക്കുമ്പോൾ അതിൽ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5-6 ലക്ഷം പേർ മാത്രമാണ്. ഈ 19 ലക്ഷത്തിൽ ഒരു വലിയ പുനർപരിശോധന നടത്തിക്കഴിഞ്ഞാൽ 5-6 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ പട്ടികക്ക് അകത്ത് വരുമെന്നുള്ള വലിയ സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതായത് അവരാരും കുടിയേറ്റക്കാരല്ല, മറിച്ച് ഇന്ത്യക്കാർ തന്നെയാണ് എന്നുള്ള വസ്തുത നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. പക്ഷേ അവസാനം ഈ 19 ലക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ BJP ആകെ നെടുങ്ങി നിൽക്കുകയാണ്. അവരാകെ തകർച്ചയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം സാമ്പത്തികപരമായി രാജ്യം തകർച്ചയിൽ നിൽക്കുന്നു. അത് രാഷ്ട്രീയപരമായിട്ടും ഭരണപരമായിട്ടുമൊക്കെ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അസമിലെ പൗരത്വ ബില്ലും BJPക്ക് തിരിച്ചടിയാകുന്നു. കാരണം അവർ നേരത്തെ പറഞ്ഞതാണ് 1 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം 5-6 ലക്ഷം പേര് മാത്രമാണ് അവരുടെ പട്ടികയിൽ നിന്നും, NRC പട്ടികയിൽ നിന്നും പുറത്തായിട്ടുള്ളത്. 5-6 ലക്ഷം പേർ ചെറിയ രേഖകളുടെ അഭാവത്തിൽ മാത്രമാണ് പട്ടികക്ക് പുറത്തായിട്ടുള്ളത്. അവർ രേഖകൾ സമർപ്പിക്കാൻ തയ്യാറാണ്, പക്ഷേ ആ രേഖകൾ നോക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. അതിന്റെ കാരണമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് BJPയുടെ RSSന്റെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്നാണ് പൗരത്വ ബില്ല്. ആ പൗരത്വ ബില്ല് തകർന്ന് തരിപ്പണമായി. അവർ പറഞ്ഞ കണക്കുകളിലൊന്നും പൗരത്വ ബില്ല് നിന്നില്ല, മറിച്ച് എല്ലാം കൊണ്ടും തരിപ്പണമായി പോയി. മുസ്ലിങ്ങളാണ് കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്നും ബംഗാളി ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുള്ളത് എന്ന് NRC ബില്ല് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് ആ വെല്ലുവിളിയെ അതിജീവിക്കണം. അതുകൊണ്ട് നിലവിൽ പട്ടികക്ക് അകത്തുള്ളവർ, അതായത് വ്യക്തമായ രേഖകൾ നൽകിയ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, അവരെ പട്ടികക്ക് പുറത്താക്കണം. രാജ്യത്തിലേക്ക് കുടിയേറി വന്നവരാണ് എന്ന രീതിയിലേക്ക് യഥാർത്ഥ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ മാറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള പണിയെടുക്കലാണ് നിലവിൽ അസമിൽ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയ വൺ അടക്കം വ്യക്തമായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. മീഡിയ വണ്ണിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അവിടെയുള്ള അച്ഛനും അമ്മക്കും പട്ടികക്ക് അകത്താണ്. അവർ രണ്ടുപേരും, അവർക്ക് രണ്ടുപേർക്കും വ്യക്തമായ തെളിവുകളുണ്ട്, രേഖകളുണ്ട്. എന്നാൽ അവരുടെ മകൻ
12 വയസ്സുള്ള മകന് പട്ടികക്ക് പുറത്താണ്. മകന്റെ പക്കലിൽ രേഖകളില്ല എന്നുള്ള ഒടുവിലത്തെ ന്യായം പറയുന്ന ഉദ്യോഗസ്ഥ ലോബികൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പട്ടികക്ക് അകത്ത് വരുമ്പോൾ മകനും പട്ടികക്ക് അകത്ത് വരും. അതാണ് അതിൻ്റെ ഒരു രീതി. കാരണം അച്ഛനും അമ്മയ്ക്കും രേഖയുണ്ടെങ്കിൽ, ഇന്ത്യക്കാരാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, അവരുടെ 12 വയസ്സായിട്ടുള്ള കുട്ടിയായ മകൻ എന്തുകൊണ്ട് പട്ടികക്കകത്ത് വരുന്നില്ല, എന്തുകൊണ്ട് പട്ടികക്ക് പുറത്തു പോകുന്നു? അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ അവരുടെ അജണ്ട പരിപൂർണമായും തകർന്നിരിക്കുകയാണ്. ആ അജണ്ടയിലേക്ക് എന്തായാലും പൗരത്വ ബില്ലിനെ എത്തിച്ചേ മതിയാകൂ. നിലവിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഒരുപാട് പുതിയ രീതികളൊക്കെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, പല രീതികളിൽ. അതിന്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് ഇത്. അതിനപ്പുറം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടി ഒരുങ്ങുന്ന തടവറകൾ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. തടവറകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആരാണ് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. രേഖകളുള്ള ആളുകൾ, ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ആളുകൾ, അവരുടെ പൂർവികർ ഇന്ത്യക്കാരാണ്, വ്യക്തമായി ഈ രാജ്യത്തോട് കൂറു പുലർത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടികളിലും സജീവമായി നിന്ന് ഒരു ഭാരതീയൻ എന്ന നിലയിൽ അഭിമാനം കൊണ്ടവരാണ് ആ തടവറകളിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. 99% അത്തരക്കാരായിരിക്കും ഈ നീക്കമാണെങ്കിൽ. അങ്ങനെ തടവറയിലേക്ക് പോകുന്നവരുടെ അവസ്ഥ എന്താണ്? 3 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അവർക്ക് ജാമ്യം ലഭിക്കുക. ജാമ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. എവിടെ നിന്നാണ് ഈ പാവങ്ങൾ 1 ലക്ഷം രൂപ കെട്ടിവെക്കുക? ആരാണ് ഈ പാവങ്ങൾക്ക് 1 ലക്ഷം രൂപ കൊടുക്കുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇവരുടെ ഒരു അവസ്ഥ. കാരണം 100ഉം 150ഉം 200ഉം 250 രൂപയ്ക്കും പണിയെടുക്കുന്ന പാവങ്ങളാണ് ഇവർ. അവരുടെ അവസ്ഥ അതീവ ദയനീയമെന്ന് വേണം പറയാൻ. അവരെങ്ങനെ 1 ലക്ഷം രൂപ നൽകും? 1 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ അവർക്ക് ജാമ്യമുള്ളൂ. 3 വർഷം ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും പുറം ലോകം അറിയാൻ വേണ്ടി പോകുന്നില്ല. എന്തും സംഭവിക്കാം. അതിനകത്ത് എന്ത് സംഭവിച്ചാലും ആരറിയാനാണ് അവിടെ ഉള്ളത്? ഇവരുടെ സങ്കടങ്ങൾ, ഇവരുടെ പ്രയാസങ്ങൾ നമുക്ക് എത്തിച്ചു തരാൻ ആരാണുള്ളത്? ആ സാഹചര്യത്തിലാണ് അസമിലെ മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ തുറന്നു പറയുന്നുള്ളത്. അത് മാത്രമല്ല, അവിടെയുള്ള ആദിവാസികളായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുന്നതും ഇതുപോലെയുള്ള കൊടും ക്രൂരത തന്നെയാണ്. ചില രേഖകൾ അവരുടെ കൈകളിലുണ്ട്. ഒരുപാട് രേഖകൾ അസമിലെ മുസ്ലിങ്ങൾക്കും മറ്റുള്ളവർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിലുള്ളവരുടെയും കഥകൾ പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഇവരെ ഏത് രീതിയിൽ അടിച്ചമർത്താൻ സാധിക്കുമോ ആ രീതിയിൽ അടിച്ചമർത്താൻ അവിടെയുള്ള ഭരണകൂടവും കേന്ദ്രവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നത് വലിയ പ്രതിസന്ധിയിലാണ് അവരുള്ളത്. അത് മാത്രമല്ല, ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ, പ്രളയം ബാധിച്ചപ്പോൾ ഒരുപാട് പേരുടെ രേഖകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എടുത്തു പറഞ്ഞാൽ ആ പ്രദേശത്ത് നദീതീരത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളുടെ എത്രയോ രേഖകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ രേഖകളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളുകൾ എത്തുന്നില്ല. എന്നാൽ ഒരു പരിധിവരെ ചില മുസ്ലിം സംഘടനകൾ ഇടപെട്ടുകൊണ്ട് അവിടെ പൗരത്വ ബില്ലിനെ പ്രതിരോധിച്ച് തോൽപ്പിച്ചിരുന്നു. എന്നാൽ പട്ടികക്ക് പുറത്തുള്ള 5-6 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ രേഖകൾ കൊണ്ടുവന്നാൽ പോലും അവരെ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് എത്ര വലിയ പ്രതിസന്ധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. എന്ത് തെറ്റാണ് ആ പാവങ്ങൾ ചെയ്തിട്ടുള്ളത്? ചില ആശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവോട് കൂടി കാണുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് അവർ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ നൽകുമ്പോൾ എന്തുകൊണ്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല? മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്ത് കുടിയേറ്റക്കാരനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത്? പൊതുവെ നമ്മൾ ലോകത്തിൽ കാണുന്ന ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണോ അയാൾ കുടിയേറിയിട്ടുള്ളത് ആ രാജ്യത്തേക്ക് അയാളെ തിരിച്ചയക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അസമിലെ സംസ്ഥാന ഭരണകൂടം എന്താണ് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇവരെ തടവിലാക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇവരെന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്?
അതൊന്ന് വ്യക്തമാക്കി പറയണം. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? കാരണം ഇവരുടെ പലരുടെയും പക്കൽ രേഖകളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകളുടെ കൈകളിൽ പരിപൂർണമായിട്ടും രേഖകളില്ല. അത് കുറച്ചാളുകളുടെ പേരിലാണ്. അവരെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്തു കൊള്ളുക, അതിലൊന്നും ഞങ്ങൾ പറയുന്നില്ല. മറിച്ച് രേഖകൾ ഉണ്ടായിട്ട് പോലും പലരെയും ഒഴിവാക്കാനുള്ള നീക്കം നടത്തുന്നത് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ്. RSS മുന്നിൽ വെച്ച ഏറ്റവും വലിയ അജണ്ട അത് തകർന്നു പോവാതിരിക്കാനാണ്. അസമിലെ ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരിക. അതുപോലെ തന്നെ പ്രതിസന്ധിയിലുള്ള ബംഗാളി ഹിന്ദുക്കൾ പട്ടികയിലുണ്ട്. അത്തരക്കാരുടെ കൈകളിൽ രേഖകളുണ്ടെങ്കിൽ അവരെയും മുന്നോട്ട് കൊണ്ടുവന്ന് സംരക്ഷിക്കാൻ മുന്നോട്ട് വരേണ്ടത് പ്രതിപക്ഷ പാർട്ടികളുടെ ബാധ്യതയാണ്, കടമയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.